സോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മിസ്റ്റർ പ്രിൻസ്. അപ്പോൾ നിങ്ങൾ എത്ര പേര് നമ്മുടെ ബിഗ് 3 കണ്ടിട്ടുണ്ട്? ബിഗ് 3 എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയാത്തവരുണ്ടെങ്കിൽ നമ്മുടെ നറൂട്ടോ, അതുപോലെ വൺ പീസ്, അതുപോലെ ബ്ലീച്ച്, ഈ 3 ആനിമേസിനാണ് നമ്മൾ ബിഗ് 3 എന്ന് പറയുന്നത്. ഈ ബിഗ് 3 മുഴുവനായിട്ട് കണ്ട എത്ര പേരുണ്ട്? കണ്ടവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് നമ്മുടെ ബിഗ് 3യിലെ മെയിൻ ക്യാരക്ടേഴ്സായ ഇച്ചിഗോ, അതുപോലെ തന്നെ നറൂട്ടോ, പിന്നെ നമ്മുടെ ലൂഫി. ഇവരിൽ ആരാണ് സ്ട്രോങ്ങസ്റ്റ് എന്നാണ്. ഈ ഒരു കാര്യത്തിനെ പറ്റി ഒരുപാട് ഡിബേറ്റ്സ് നമുക്ക് ഇൻ്റർനെറ്റിൽ കാണാൻ കഴിയും. നമ്മൾ ഇന്ന് ആ ഡിബേറ്റ് എൻഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇത് അറിയാൻ താല്പര്യമുള്ള ഒരു വീഡിയോ മുഴുവനായിട്ട് കാണണം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ ചാനൽ മിനിഞ്ഞാണ് 5K സബ്സ്ക്രൈബേഴ്സ് ആയത്. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ 10K എന്ന് പറയുന്ന മൈൻഡ് സ്റ്റോണും കൂടെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റണം. അതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോ കാണുമ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക. അതിന് പ്രത്യേകിച്ച് ചിലവൊന്നുമില്ലല്ലോ, നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുന്ന ഞാൻ വിചാരിക്കുന്നു. എന്നാൽ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത്, ഈ ബാറ്റിൽ എന്ന് പറയുന്നത് ഫുൾ ഓൾ ഔട്ട് ആയിട്ടുള്ള ഒരു ബാറ്റിലാണ്. അതുകൊണ്ട് തന്നെ ആരെയും വിട്ടുകൊടുക്കുകയും അങ്ങനെ ഫോർഗിവ്നെസ് അങ്ങനത്തെ ഒന്നും തന്നെ ഈ ബാറ്റിൽ ഉണ്ടാകുന്നില്ല. ആരാണ് ജയിക്കാൻ പോകുന്നതെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് തീർച്ചയായിട്ടും ഒരു വിന്നർ ഇത് കിട്ടുന്നതായിരിക്കും. ഇതിനുവേണ്ടി നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ഓരോരുത്തരുടെയും പവേഴ്സ് നമ്മൾ ആദ്യം പറയും. എന്നിട്ട് അതിനുശേഷം നമ്മൾ 3 പേരെയും കമ്പയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമ്മുടെ ലൂഫി. നമുക്കറിയാം നമ്മുടെ ലൂഫിയുടെ മെയിൻ ആയിട്ടുള്ള പവേഴ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഗിയർ 2, അതുപോലെ തന്നെ 3rd ഗിയർ, 4th ഗിയർ, പിന്നെ നമ്മുടെ 4th ഗിയറിൻ്റെ വേരിയേഷൻസ്, അതുപോലെ തന്നെ നമ്മുടെ ഗിയർ 5, പിന്നെ നമ്മുടെ കോൺഗ്രസ് ഹാക്കി, പിന്നെ മറ്റ് ഹാക്കീസും. നമ്മൾ ഗിയർ 2 തൊട്ട് ഗിയർ 4 വരെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ലൂഫിക്ക് നല്ല രീതിക്കുള്ള ഫിസിക്കലി ഒരുപാട് പവേഴ്സ് ഉണ്ടെങ്കിലും നമ്മുടെ ഗിയർ 5ലേക്ക് വരുമ്പോൾ നമ്മുടെ ലൂഫിക്ക് ഇമാജിൻ ചെയ്ത് സംഭവങ്ങൾ റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരേണ്ട പവർ പോലും ഉണ്ട്. അതും പോരാഞ്ഞിട്ട് തൻ്റെ സറൗണ്ടിങ്സ് മുഴുവൻ റബ്ബറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പോലും നമ്മുടെ ലൂഫിക്ക് പറ്റും. നമ്മൾ കണ്ടിട്ടുണ്ട് വാനോലി നമ്മുടെ ലൂഫി ലൈറ്റ്നിങ് കൈകൊണ്ട് പിടിക്കുന്നത്. അപ്പോൾ നമ്മുടെ ലൂഫിയുടെ ഗിയർ 5 എന്ന് വെച്ചാൽ വളരെ പവർഫുള്ളാണ്. പിന്നെ നമ്മുടെ ഹാക്കി മാസ്റ്റർ, നമുക്കറിയാം നമ്മുടെ ലൂഫിയുടെ ഹാക്കി വളരെ അഡ്വാൻസ് ലെവലിലേക്ക് പോയിട്ടുണ്ട്. അതും പോരാഞ്ഞിട്ട് നമ്മുടെ ലൂഫിക്ക് ഹാക്കി ഉപയോഗിച്ച് തൻ്റെ ഓപ്പണൻറ്റിനെ ഇൻറ്റേർണൽ ഓർഗൻസ് വരെ ഡാമേജ് ചെയ്യാൻ പറ്റും. അതും പോരാഞ്ഞിട്ട് നമ്മുടെ ലൂഫിക്ക് തൻ്റെ ഫ്യൂച്ചർ സൈറ്റ് ഉപയോഗിച്ച് ഫ്യൂച്ചറിലുള്ള മൂവ്സ് എന്താണ് നടക്കാൻ പോകുന്നതെന്ന് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും പവേഴ്സാണ് നമ്മുടെ ലൂഫിക്കുള്ളത്. ലൂഫി വളരെ പവർഫുള്ളാണ്. നമുക്ക് ഈ ഒരു കാര്യങ്ങൾ കൊണ്ട് തന്നെ മനസ്സിലാക്കാം. അടുത്ത നമ്മുടെ നറൂട്ടോ. നിങ്ങളെല്ലാവരും നറൂട്ടോ കണ്ടിട്ടുണ്ടാകും. നമുക്കറിയാം നറൂട്ടോൻ്റെ മെയിനായിട്ടുള്ള ഒരു പവറപ്പ് എന്ന് പറയുന്നത് നമ്മുടെ സേജ് മോഡ്, അതുപോലെ തന്നെ 9 ടൈൽസിൻ്റെ ചാക്ര മോഡ്, പിന്നെ നമ്മുടെ സേജ് ഓഫ് 6 പാറ്റ് സേജ് മോഡ്, പിന്നെ നമ്മുടെ ബാരിയൻ മോഡ്. നമുക്കറിയാവുന്നതാണ് നമ്മുടെ നറൂട്ടോൻ്റെ സേജ് മോഡിൽ തന്നെ നറൂട്ടോൻ്റെ ഫിസിക്കൽ സ്ട്രെങ്ത് എത്രമാത്രം കൂടുന്നുണ്ട്. അതുപോലെ തന്നെ സ്പീഡും അതുപോലെ തന്നെ ഡേഞ്ചർ സെൻസ് ചെയ്യാനുള്ള പവേഴ്സും നമ്മുടെ നറൂട്ടോന് ഇതോടുകൂടി വരുന്നുണ്ട്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ നറൂട്ടോൻ്റെ അറ്റാക്സ്, റഷ്യൻ ഷുറിക്കാൻ, ഷാഡോ ക്ലോൺ ജുട്സു, പിന്നെ ഒരുപാട് പവർഫുൾ ആയിട്ടുള്ള ജുട്സൂസും നമ്മുടെ നറൂട്ടോയുടെ കൈവശമുണ്ട്. ഈ ഓരോ മൂവ്സും നറൂട്ടോൻ്റെ ഓരോ ട്രാൻസ്ഫോർമേഷൻസോട് കൂടി പവർഫുള്ളായി മാറുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതും പോരാഞ്ഞിട്ട് നമ്മുടെ നറൂട്ടോൻ്റെ 6 പാറ്റ് സേജ് മോഡിൽ നമുക്കറിയാം നറൂട്ടോൻ്റെ ചുറ്റുമായിട്ട് ഒരു ട്രൂ സിക്കിങ് ഓർബ്സ് നമുക്ക് കാണാൻ കഴിയും. ഈ ഓർബ്സ് വെച്ച് നമ്മൾ എന്ത് ടച്ച് ചെയ്താലും അത് നമ്മുടെ നറൂട്ടോനെ നശിപ്പിക്കാൻ പറ്റും. അതും പോരാഞ്ഞിട്ട് ഈ മോഡിൽ നമ്മുടെ നറൂട്ടോൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് ഏകദേശം കാണാൻ പറ്റാത്ത രീതിയിലുള്ളതാണ്. പിന്നെ നമ്മുടെ ബാരിയൻ മോഡിൻ്റെ കാര്യമൊന്നും പറയേണ്ടതില്ല. ബാരിയൻ മോഡ് വളരെ പവർഫുള്ളാണ്. ബാരിയൻ മോഡിൻ്റെ മെയിനായിട്ടുള്ളൊരു പവർ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നറൂട്ടോൻ്റെ കയ്യിൽ നിന്ന് ഒരു പഞ്ച് നമുക്ക് കിട്ടുകയാണെങ്കിൽ നമ്മുടെ ലൈഫ് സ്പാം കുറയുന്നതായിരിക്കും. ഈ കാര്യം നമ്മൾ ഇഷിക്കയുടെ കാര്യത്തിൽ കണ്ടിട്ടുണ്ട്. നമ്മുടെ നറൂട്ടോ വെറും ഒരു 10-5 മിനിറ്റ് കൊണ്ട് ഇഷിക്കയുടെ ലൈഫ് സ്പാം ഇല്ലാതാക്കുന്നത്. ഈ ഒരു പവർ വളരെ ഡേഞ്ചർ ആയിട്ടുള്ള ഒരു പവറാണ്. ഈ ഒരു പവർ നമ്മുടെ നറൂട്ടോന് ഈ ഫൈറ്റിൽ നല്ല രീതിക്കുള്ള എഡ്ജ് കൊടുക്കുന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. അപ്പോൾ ഇത്രയാണ് നമ്മുടെ നറൂട്ടോൻ്റെ മെയിൻ ആയിട്ടുള്ള പവേഴ്സ്. പിന്നെ നമ്മുടെ ഇച്ചിഗോ കുറോസാക്കി. നിങ്ങൾ എത്ര പേരെ ബ്ലീച്ച് കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഇച്ചിഗോ എന്ന് പറയുന്നത് ഒരു മനുഷ്യനുമല്ല, ഒരു ഹാലോവും അല്ല, ഒരു ക്വിൻസിയും അല്ല, ഒരു സോൾ റീപ്പറും അല്ല, എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു ഹൈബ്രിഡ് ആണ് നമ്മുടെ ഇച്ചിഗോ കുറോസാക്കി. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇച്ചിഗോന് നമ്മുടെ ബ്ലീച്ച് വേഴ്സിലെ എല്ലാതരം പവേഴ്സും നമ്മുടെ ഇച്ചിഗോനുണ്ട്. അത് നമ്മുടെ ഇച്ചിഗോയുടെ ബാങ്കായി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഹാലോഫിക്കേഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ അറാങ്കാർ മോഡ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ ഫൈനൽ ഗെറ്റ്സുക, അതുപോലെ തന്നെ ട്രൂ ബാങ്കായി, ഇതെല്ലാം തന്നെ നമ്മുടെ ഇച്ചിഗോനുണ്ട്. അതും പോരാഞ്ഞിട്ട് ക്യൂൻസീൻ്റെ പവർ ഉപയോഗിച്ചിട്ട് നമ്മുടെ ഇച്ചിഗോന് ഹീൽ ചെയ്യാൻ വരെ പറ്റും. പിന്നെ ഫിസിക്കൽ സ്ട്രെങ്ത്തിൻ്റെ കാര്യമൊന്നും പറയണ്ട, ഇച്ചിഗോ വളരെ പവർഫുള്ളാണ്. അതുപോലെ തന്നെ സ്പീഡ്, തൻ്റെ ബാങ്കായി ആദ്യമായിട്ട് യൂസ് ചെയ്ത സമയത്ത് തന്നെ നമ്മുടെ ഇച്ചിഗോയുടെ സ്പീഡ് എന്ന് പറയുന്നത് ഏകദേശം ലൈറ്റിൻ്റെ അത്ര സ്പീഡ് നമ്മുടെ ഇച്ചിഗോനുണ്ട്. പിന്നെ അതിന് ശേഷം നമ്മുടെ ഇച്ചിഗോന് കിട്ടിയിട്ടുള്ള പവറപ്സൊക്കെ നിങ്ങൾ ബ്ലീച്ച് കണ്ടിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. ഇച്ചിഗോയുടെ ഫൈനൽ ഫോമിൽ നമുക്കറിയാം നമ്മുടെ ഐസിന് പോലും നമ്മുടെ ഇച്ചിഗോനോട് പിടിച്ച് നിൽക്കാൻ പറ്റിയിട്ടില്ല, ഫൈനൽ ഗെറ്റ്സുക എന്ന് പറയുന്ന ആ ഫോമിൽ. അതും പോരാഞ്ഞിട്ട് നമ്മുടെ യഹോവയായിട്ട് ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് ഇച്ചിഗോ തൻ്റെ ട്രൂ ബാങ്കായി ഫോം എടുക്കുന്നുണ്ട്. ആ ഫോമിലായിക്കോട്ടെ നമ്മുടെ ഇച്ചിഗോന് നമ്മുടെ സോൾ റീപ്പർ പവർ, ക്വിൻസിൻ്റെ പവർ, ഹാലോസിൻ്റെ പവർ, 3 പവേഴ്സും നമ്മുടെ ഇച്ചിഗോന് ഉണ്ടെന്നാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇച്ചിഗോ ആ ഫോമിൽ വളരെ പവർഫുള്ളായിരുന്നു. അത് ഇതുവരെ ആനിമേറ്റഡ് ആയിട്ട് ഇറങ്ങിയിട്ടില്ല. ആ ഫൈറ്റിന് വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്. നിങ്ങളിൽ എത്ര പേര് നമ്മുടെ ബ്ലീച്ച് കണ്ടിട്ടുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇച്ചിഗോൻ്റെ മെയിൻ പവേഴ്സ്. അപ്പോൾ ഇവർ 3 പേരും ഒരു ബാറ്റിൽ ഫീൽഡിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലാൻ വേണ്ടിയിട്ടാണ് ഫൈറ്റ് ചെയ്യാൻ പോകുന്നത്.
എല്ലാവരും അവരവരുടെ സ്ട്രോങ്ങസ്റ്റ് ഫോമിലുമാണ് ഉള്ളത്. ആദ്യം നമുക്ക് നെറൂട്ടോ ലൂഫിയും തമ്മിലുള്ളൊരു ഫൈറ്റ് നോക്കാം. ഞാനിപ്പോൾ സത്യം പറയാൻ നമ്മുടെ നെറൂട്ടോ ലൂഫിയും തമ്മിലൊരു ഫൈറ്റ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നെറൂട്ടോ തന്നെയാണ് ജയിക്കുക. നമുക്കറിയാം ഗിയർ 5 പവർഫുൾ ആണെങ്കിലും നെറൂട്ടോൻ്റെ എബിലിറ്റീസ് എന്ന് പറയുന്നത് ലൂഫിനെക്കാട്ടും വളരെ പവർഫുൾ ആയിട്ടുള്ള എബിലിറ്റീസാണ്. നെറൂട്ടോന് ഒരുപാട് ഷാഡോ ക്ലോൺസ് ഉണ്ടാക്കാൻ പറ്റും. അതും പോരാഞ്ഞിട്ട് നെറൂട്ടോൻ്റെ അറ്റാക്സ് ക്രഷിങ് ഷുറീക്കൻ എന്നൊക്കെ പറയുന്ന ഈ അറ്റാക്സ് വളരെ പവർഫുള്ളാണ്. അതും പോരാഞ്ഞിട്ട് നമ്മുടെ നെറൂട്ടോ ബാരിയമോട് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ലൂഫിക്ക് പിന്നെ ഒന്നും പ്രത്യേകിച്ച് ചെയ്യാൻ പറ്റില്ല. നെറൂട്ടോൻ്റെ സ്പീഡിന് എന്തായാലും നമ്മുടെ ലൂഫിക്ക് മാച്ച് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഫൈറ്റ് നമ്മുടെ നെറൂട്ടോ ജയിക്കുമോ? പിന്നെ നമ്മുടെ നെറൂട്ടോവും അതുപോലെ തന്നെ ഇച്ചിഗോവും തമ്മിലൊരു ഫൈറ്റ്, അത് ഞാൻ ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ നെറൂട്ടോ ജയിക്കില്ല. എന്താണെന്ന് വെച്ചാൽ ഇച്ചിഗോ വളരെ പവർഫുള്ളാണ്. നമ്മൾ നെറൂട്ടോനെക്കാട്ടും ലൂഫിനെക്കാട്ടും വളരെയധികം പവർഫുള്ളാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നെറൂട്ടോനെ നമ്മുടെ ഇച്ചിഗോ ഡിഫീറ്റ് ചെയ്യും. പക്ഷേങ്കിൽ നല്ല സീരിയസ് ആയിട്ടുള്ള ഡാമേജ് നമ്മുടെ ഇച്ചിഗോനും കിട്ടുന്നതായിരിക്കും. പക്ഷേങ്കിൽ എൻഡിൽ തീർച്ചയായിട്ടും നമ്മുടെ ഇച്ചിഗോ തന്നെ നമ്മുടെ നെറൂട്ടോനെ ഡിഫീറ്റ് ചെയ്യും. ഞാനിങ്ങനെ പറയാൻ കാരണം മറ്റൊന്നുമില്ല, നിങ്ങൾ ബ്ലീച്ച് കണ്ടിട്ടില്ലെങ്കിൽ പോയി ബ്ലീച്ച് ഒന്ന് കണ്ടു നോക്കുക, കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഇനിയിപ്പം നമ്മുടെ നെറൂട്ടോയും ലൂഫിയും കൂടെ ടീമപ്പായിട്ട് നമ്മുടെ ഇച്ചിഗോൻ്റെ കൂടെ ഫൈറ്റ് ചെയ്താലും എനിക്ക് തോന്നുന്നില്ല നമ്മുടെ ഇച്ചിഗോനെ നമ്മുടെ നെറൂട്ടോനെ ലൂഫിക്ക് ഡിഫീറ്റ് ചെയ്യാൻ പറ്റുമെന്ന്. അത്രമാത്രം ഓവർ പവർഡ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ് ഇച്ചിഗോ. പക്ഷേങ്കിൽ ഈ ഫൈറ്റിൽ നമ്മുടെ ഇച്ചിഗോന് നല്ല രീതിക്കുള്ള ഡാമേജ് കിട്ടും. കാരണം നമ്മുടെ നെറൂട്ടോൻ്റെ ബാരിയർ മോഡ് വളരെ പവർഫുള്ളാണ്. അതുപോലെ തന്നെ നമ്മുടെ നെറൂട്ടോനെ സഹായിക്കാനായിട്ട് നമ്മുടെ ലൂഫിയും നമ്മുടെ നെറൂട്ടോൻ്റെ കൂടെ ഉണ്ട്. പക്ഷേങ്കിൽ എന്നിരുന്നാലും നമ്മുടെ ഇച്ചിഗോ തന്നെ ജയിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ബാറ്റിലിൻ്റെ ഔട്ട്കം ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. പിന്നെ നമ്മുടെ സ്ട്രോങ്ങസ്റ്റ് വേഴ്സ് ഏതാണെന്ന് വെച്ചാൽ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് മറ്റൊന്നുമല്ല നമ്മുടെ ബ്ലീച്ച് വേഴ്സ് തന്നെയാണ്. അതിനുശേഷമാണ് നമ്മുടെ നെറൂട്ടോ വേഴ്സ്, അതിനുശേഷമാണ് നമ്മുടെ വൺ പീസ് വേഴ്സ് വരുന്നത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പലർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല, പലർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ് എന്തായാലും. അപ്പോൾ ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് നമ്മുടെ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. പെട്ടെന്ന് തന്നെ എനിക്ക് എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റാൾ കംപ്ലീറ്റ് ആക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.